തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ലോകത്തിൽ എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇനി അങ്ങ് ചന്ദ്രനിൽ പോയാലും അവിടെയും ഒരു തട്ടുകടയുമൊക്കെ ആയിട്ട് ഒരു മലയാളി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മലയാളികളെ കർത്താവ് അയച്ചതിൻ്റെ പിന്നിൽ നിശ്ചയമായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യക്കാർക്കും എല്ലാ ഭാഷകളിലും പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ മലയാളികളെയാണ്. അങ്ങനെയുള്ള രണ്ട് വ്യക്തികളെ, ഭാര്യാഭർത്താക്കന്മാരാണ്, ഒരു കുടുംബത്തെ നമ്മൾ ഇന്ന് തീപിടിച്ചവരിൽ പരിചയപ്പെടുന്നു. ഓസ്ട്രിയയിലെ വിയന്നയിൽ കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായിട്ട് ജോലിയോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിലും വളരെ ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു ദമ്പതികളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി സ്വദേശികളായ ഒരു ഫ്രാങ്കോ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭ ചേച്ചിയും. രണ്ടുപേർക്കും സ്വാഗതം. എങ്ങനെയാണ് ഈ യൂറോപ്പിൽ പോയി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ, അതും നിങ്ങൾ കുടുംബമായിട്ട്, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നത് എങ്ങനെയാണ്? അത് തികച്ചും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരിക്കലും വിദേശത്ത് പോകില്ല എന്നുള്ള ഒരു വാശിക്കാരനാണ് ഞാൻ. നാടിനോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അത്ര സ്നേഹമാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മോട്ടോ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ബിസിനസ് മാൻ വിത്ത് ആൻ ആർട്ടിസ്റ്റിക് വ്യൂ എന്നൊക്കെയുള്ള പോളിസിയൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ വളരെ നിഗൂഢമാണല്ലോ. അതുകൊണ്ട് ജോലിക്ക് ഇവിടെ തന്നെ ആയാലും സ്ഥിരമായിട്ട് സർക്കാർ ജോലിക്ക് പോകില്ല എന്നുള്ള ഒരു വാശി എന്താണ്. അപ്പോൾ ബിസിനസ് ഫീൽഡിൽ കുറച്ച് ഫ്രീഡം ഉണ്ടാവും, അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ തുടങ്ങിയ എന്നിലൂടെ ഞാൻ എന്തൊക്കെയോ സംരംഭങ്ങൾ തുടങ്ങിയോ, ജീവിതത്തിന് വേണ്ടി തുടങ്ങിയോ, എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. എന്ത് ബിസിനസ് ആയിരുന്നു തുടങ്ങി? അല്ല, ബിസിനസ് പറയുകയാണെങ്കിൽ അത് 13ാമത്തെ കാര്യത്തിലാണ് ഞാൻ ജോലിയിലേക്ക് തിരിഞ്ഞത്. അതിന് മുമ്പ് 12 ഞാൻ കോളേജ് തൊട്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പല ചെറിയ ബിസിനസ്സുകൾ തുടങ്ങി. അതിനുശേഷം പിന്നെ പ്രിൻറ്റിങ് പ്രസ് സംഗതി വന്നു. പിന്നെ എൻ്റെ ജ്യേഷ്ഠന് ഒരു പാരൽ കോളേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് കാര്യങ്ങൾ വന്നു. പിന്നെ വർക്ക്ഷോപ്പ്, ലെയ്ത്ത് കാര്യങ്ങൾ, പിന്നെ വിറക് കച്ചവടം, പിന്നെ അങ്ങനെ പല ഡിഫറൻറ്റ് മേഖലയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒക്കെ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാനായിട്ടില്ല, ബിസി. പക്ഷേ അങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ പൊട്ടി ഡൗണായിട്ട് ആ ഇടയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. 85 സെപ്റ്റംബർ 22 കല്യാണം കഴിയുന്നത്. അപ്പോൾ ഭാര്യ ടീച്ചറായിരുന്നു, എന്നാലും ഞാൻ അങ്ങനെ ജോലിക്കൊന്നും പോയിട്ടിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോടിങ്ങനെ എൻ്റെ സഹോദരങ്ങളും അവർക്ക് പറഞ്ഞു, ഇതൊന്ന് ജോലിക്കൊന്ന് ശ്രമിച്ചുകൂടെ? സാമ്പത്തിക തകർച്ചകളിലൂടെയാണ്, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാമ്പത്തിക തകർച്ചകളിലൂടെയാണ് ഞങ്ങൾ ഈശോ പിടിച്ചത്. അപ്പം അങ്ങനെ 12 കാര്യങ്ങളിലും കൈവച്ചത് എല്ലാം പരാജയപ്പെട്ടു. തൊട്ടതെല്ലാം പൊന്നാകുന്നതിന് പകരമായിട്ട് തൊട്ടതെല്ലാം കരിക്കട്ടയായിട്ട് മാറുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 89 തൊട്ടൊക്കെ നല്ലവണ്ണം ചൂടായി നിൽക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ ആദ്യം, ജോസ്വിയൻ, എൻ്റെ ജ്യേഷ്ഠൻ ആദ്യം നവീകരണ ധ്യാനത്തിൽ കൂടി. അതുപോലെ തന്നെ ഭാര്യയുടെ അമ്മയുടെ ഇളയപ്പൻ, ഹോണസ്റ്റ് ബേക്കറി, ജോസ് പെരിഞ്ചേരി, അവരൊക്കെ എന്നോട് ഞങ്ങൾ വളരെ സ്നേഹമുള്ളതാണ്. ഫ്രാങ്ക്, ശോഭ ഒരു ധ്യാനത്തിൽ വന്ന് കൂടിക്കൂടെ. എനിക്ക് ധ്യാനം എന്ന് കേൾക്കുന്നത് കലിയുള്ളൊരു കാര്യമായിരുന്നു. ആ സമയം എന്ന് പറയുന്നത് ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ ഒരു പീക്ക് ടൈമാണല്ലോ അല്ലേ? 90കളുടെ ആരംഭം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡിവൈൻ ധ്യാനേന്ദ്രൊക്കെ വളരെ അധികമായിട്ട് ഇങ്ങനെ ശോഭിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ധ്യാനം എന്ന് കേൾക്കുന്നത് എനിക്ക് അലർജിയാണ്. ദാറ്റ്സ് കറക്റ്റ് വേർഡ്. അപ്പോൾ അങ്ങനെ 13ാമത്തെ ഇതായിട്ട് ഞാൻ ഒരിക്കലും ജോലിക്ക് പോകില്ല എന്ന് ആഗ്രഹിച്ചു. ഞാൻ LIC ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ ഒരു ടെസ്റ്റ് നിർബന്ധപൂർവ്വം എഴുതുകയാണ്. അതിനെനിക്ക് LIC ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് എനിക്ക് സെലക്ഷനും കിട്ടി. ഈ ധ്യാനത്തിന് പോകില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം തന്നെ ഈ ധ്യാനഗുരുക്കന്മാരോട് വല്ല അലർജിയായിരുന്നോ, വചനത്തോടുള്ള താല്പര്യമില്ലായ്മയായിരുന്നോ, അതോ ക്രിസ്തീയ വിശ്വാസത്തോടുള്ള താല്പര്യമില്ലായിരുന്നു? അതൊന്നുമല്ല, വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ
അങ്ങനെ അത്ര അങ്ങോട്ട് പബ്ലിക്കായിട്ട് അങ്ങനെ പോണ്ട. നമ്മൾ സാധാരണ നമുക്ക് പറ്റിയ പരിപാടിയല്ല, ആ ഒരു ചിന്താഗതിയിലാണ്. അതത്ര അങ്ങനെ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ സംഘടനകളിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭക്തസംഘടനകളിലൊക്കെ ഉണ്ടായിരുന്നു. ഭക്തഗായ സംഘം, ജൂനിയർ സൊറാലിറ്റി, വിൻസെന്റ് ഇപ്പോൾ എല്ലാ സംഘടനകളിലും ഉള്ളവരായിരുന്നു. ഒരു ഭക്തനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 1985 ഞങ്ങളെ മാരേജ് കഴിയുന്നത്. മാരേജ് കഴിഞ്ഞിട്ടും പിന്നെ എങ്ങനെയാണ് ഈ ധ്യാനത്തിന് കൂടണമെന്നുള്ള അവസ്ഥ വന്നത്? തകർച്ചകളിലൂടെ വന്നപ്പോൾ പിന്നെ രക്ഷയില്ല. അപ്പം ഞാൻ ഒരു ഒരേ പറഞ്ഞോ നീ പറഞ്ഞു ഒരു ദിവസം ഹോട്ടലിൽ പോലെ വൺ ഡേ ടൂറുകാർ ശനിയാഴ്ച അതായത് വൺ ഡേ ടൂറുകാരായിരുന്നു ഞങ്ങൾ. അതിൽ പോയിട്ട് ചുരുക്കത്തിൽ 1985 കല്യാണം കഴിഞ്ഞ് മക്കളില്ല. 2-3 വർഷം കഴിയുമ്പോൾ സാധാരണ ചോദ്യം മക്കളില്ല. അപ്പോൾ പുറമെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫാമിലി സെറ്റപ്പ് കാര്യം. പക്ഷേ നമ്മുടെ ഉള്ളിലത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ തസ്തിക വിത്തൗട്ട് എനി ഇൻഫ്ലുവൻസ് എനിക്ക് ലഭിച്ചു. ഈ ഡെവലപ്മെൻറ്റ് ഓഫീസർ തസ്തിക ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് പറയാം LICക്ക് ഇങ്ങനെയല്ലേ കൈപിടിക്കുക, നമ്മളിപ്പോഴും ഈ ശൈഖ് ഇങ്ങനെ കൈപിടിക്കില്ലേ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫീസർ തസ്തിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിന് വരുന്ന ബിസിനസ്, കോടികളുടെ ബിസിനസ്, ആ ഡെവലപ്മെൻറ്റ് ഓഫീസർ 10 ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ 9 ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് തരും. അതായത് ബിസിനസ്സിൽ പരാജയപ്പെട്ടവൻ ഇത് വലിയൊരു ബിസിനസ്സിലേക്കാണ് എന്നെ കൊണ്ടിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് അവരെ പ്രാപ്തരാക്കണം. സെൽഫ് ഏജൻസി അവരെങ്ങനെയാണ്, അതാണ്. പക്ഷേ എൻ്റെ യൂണിറ്റിൽ നിന്ന് മാത്രം നോ ബിസിനസ്. മാനേജർക്കറിയാം, ഫ്രണ്ട്സിനറിയാം ഞാൻ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഇപ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ അങ്ങനെ പുകവലിക്കുകയോ അങ്ങനെ അങ്ങനത്തെയുള്ള മദ്യദുശ്ശീലമൊന്നുമില്ല. പക്ഷേ സംഗതി നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വളർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഒരു LIC ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നുള്ള നിലയിലും ഒരു പരാജയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാനൊന്ന് പതറി, നമ്മുടെ പിടിവിട്ടു എന്നുള്ളത് മനസ്സിലായി. പിടിവിട്ടു. അങ്ങനെയാണ് നിങ്ങൾ തീരുമാനമെടുത്ത് പിന്നെ അവൾ പറയും പിരിയാൻ പറ്റാത്ത കാര്യങ്ങൾ. അങ്ങനെയാണ് VNLക്ക് എത്തുന്നതിന് കാരണം. ഈ ധ്യാനത്തിന് പോയ കാര്യം അപ്പൊ ഈ ഒരു തലയിൽ ആകെ കടത്തിന്റെ കുറിയുടെ ബുക്ക് ഒരു ഇത്ര അട്ടിയുണ്ട്. ജീവിതകാലം മുഴുവനും ഞങ്ങൾ ജോലി ചെയ്താലും കടബാധ്യത പറ്റില്ല. ഇതിനിടയിൽ ഒത്തിരി ബാധ്യതകൾ വന്നു. ഒത്തിരി ബാധ്യത. അതായത് കുറി ബുക്കുകളാണ്. അല്ല, നമ്മള് കുറി വിളിച്ചിരുന്നിട്ടുള്ളത് പൈസ കിട്ടാൻ വേണ്ടി ചേരുന്നു, കുറി എടുക്കുന്നു, അടച്ചു തീർക്കാനായിട്ട് യാതൊരു ഇതുമില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി സാമ്പത്തിക പരാധീനത വന്നപ്പോൾ ഫ്രാങ്കോ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കസിൻ സിസ്റ്റർ VNL ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ ഞാനൊരു ഈശോയിലുള്ള വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. ഒരു സാധാരണ കത്തോലിക്ക, അത്രയുള്ള പേപ്പർ ക്രിസ്ത്യൻ എന്ന് പറയാം. പള്ളിയിൽ പോകും, കൊന്തെത്തിക്കതെല്ലാം ചെയ്യും. പക്ഷെ എൻ്റെ ഉള്ളിലൊരു ദാഹം എനിക്ക് ഈശോയോട് ഉണ്ടായിരുന്നില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് സമ്മതിച്ച് പിന്നെ ഞങ്ങള് പരസ്പരം ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ എൻ്റെ സെലക്ഷനാണ്, ഞാനാണ്, വീട്ടുകാരല്ല, ഞാനാണ് ഫ്രാങ്കോനെ സെലക്ട് ചെയ്തത് എന്നുള്ള ഒരു അഹങ്കാരം. പ്രേമൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ സെലക്ഷൻ ഞങ്ങൾ ചെയ്തിട്ടില്ല. വേറൊരു വാക്ക് അത്രേ ഉള്ളൂ. അപ്പോ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്കാണ് എന്നുള്ളത് കൊണ്ട് ഇവിടത്തെ ഒരു നെഗറ്റീവും അത് കാരണം എന്റെ അഹങ്കാരം കൊണ്ടാണത്. അത് പക്ഷെ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇത് എൻ്റെ സെലക്ഷൻ അല്ല, ഇത് കർത്താവ് പണ്ടേ പ്ലാൻ ചെയ്തതാണ്. അതിലൂടെ വേണം എന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ. ഒക്കെ ഒത്തിരി കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കസിൻ്റെ അടുത്ത് പറയേ VNLക്ക് പോകാൻ. ഞാൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. ഞാൻ പറയാം, ഫ്രാങ്കോൻ്റെ ഏത് റിലേറ്റീവിനോട് വേണമെങ്കിൽ ഞാൻ അപേക്ഷിക്കാം, പക്ഷെ എൻ്റെ ബന്ധുക്കളായിട്ട് വേണ്ട, കാരണം അവരറിയരുത് എന്നുള്ളതുകൊണ്ടായിരുന്നു. പിന്നെ നിവൃത്തിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഒരു തരത്തിലും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ എൻ്റെ ഒരു സാക്ഷിയാണത്. അതായത് ഞാൻ ഫ്രാങ്കോനെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നാം സ്ഥാനം ഫ്രാങ്കോനായിരുന്നു. ഒന്നാം കൽപ്പനയുടെ ലംഘനമായിരുന്നു അത്.
അപ്പോൾ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആ ഒരു ഇതും ഇതെപ്പോഴാണ് ഞാനാണ് മനസ്സിലായത്? നിന്റെ കർത്താവ്. ഇതെപ്പോഴാണ് മനസ്സിലായത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ ഈ തകർച്ച തന്നത്, സാമ്പത്തിക തകർച്ച തന്നത്. ഒരു നിവൃത്തിയില്ല. എനിക്ക് മനസ്സിലായി ജീവിതകാലം മുഴുവനും ഇതിലായിരിക്കും കഴിയുക. അപ്പോൾ ഫ്രാങ്കോന്റെ മുഖം, അപ്പോഴും ആ ഫ്രാങ്കോനുള്ള സ്നേഹമായിരുന്നു, ആ മുഖം, കടബാധ്യത ഇല്ലാത്ത ഫ്രാങ്കോന്റെ ഒരു മുഖം കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു കാര്യം ചോദിക്കാൻ. കടബാധ്യതയെ ചൊല്ലിയുള്ള അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നോ? അങ്ങനെയുള്ള അസ്വസ്ഥതകളില്ല, പക്ഷേ നമുക്ക് ടെൻഷൻ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഫ്രാങ്കോന്റെ മുഖം എന്ന് എനിക്ക് കാണണം. കാരണം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആ ഒരു ലക്ഷ്യമായിരുന്നു എൻ്റെ കസിനോട് ഞാൻ യാചിക്കുന്നത്, എന്നെ കൊണ്ടുപോകാൻ. അതാണ് ഒരു കാര്യം ഉണ്ടായത്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഞങ്ങളെ കൊണ്ടുപോയി ഒത്തിരി സ്നേഹത്തോട് ജോസ് കേക്കര എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകാനായിരുന്നു പ്ലാനായിരുന്നു, അല്ലേ? എന്നെ കൊണ്ടുപോകാൻ പ്ലാനായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ LIC ഡെവലപ്മെൻറ്റ് ഓഫീസർ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരൊറ്റ ദിവസമാണ്, അതൊരു ദൈവത്തിൻ്റെ എന്തോന്ന് പോലെ ഒരേ ദിവസം എനിക്ക് വീട്ടിലേക്ക് LIC സെലക്ഷൻ കാർഡ് കിട്ടുകയാണ്. യു ഹാവ് ടു ജോയിൻ ഒറ്റപ്പാലം ബ്രാഞ്ച്. അതേ ദിവസം ജോസേട്ടൻ കേക്കര ജോസേട്ടൻ്റെ വിസയും വരികയാണ്. ഞാൻ ഏത് സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഇതില്ല. അപ്പോൾ എനിക്ക് നോർമലി വിദേശത്ത് പോകാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇത് സെലക്ട് ചെയ്ത്, എന്നിട്ടാണ് വീണ്ടും ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന കാര്യം ഞാൻ പരാജയപ്പെട്ട് വരുന്നത്. അന്നേരമാണ് വീണ്ടും ശോഭ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ സിസ്റ്റർ പറഞ്ഞു, അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല, കാരണം ഒരുവിധം സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത കുടുംബമാണ് എൻ്റെ, ഞാൻ ഒറ്റ മകളാണ്. അപ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വേണം അങ്ങോട്ടുള്ള, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകില്ല നമ്മൾ പറയുമ്പോൾ. അങ്ങനെ എനിവേ ആ കടമകളൊക്കെ കഴിഞ്ഞ് തീരുമാനമായി പോകാൻ. അവർ വീണ്ടും എടുക്കാൻ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. രണ്ടുപേരും കൊണ്ടുപോകാൻ പറ്റില്ല, ഒരാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫ്രാങ്കോനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്രാങ്കോ പോകണ്ട, ഞാൻ പോകാം. കാരണം അവിടെ മുഴുവൻ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഫ്രാങ്കോ ചെറുതാവുന്നത്, അപ്പോഴും ഫ്രാങ്കോനോടുള്ള അമിതമായ സ്നേഹം, ശരിക്കും പറയാം അമിതമായ സ്നേഹമായിരുന്നു. ആ ദൈവത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഫ്രാങ്കോനെയാണ്. ദൈവം തന്നോന്നൊക്കെ ബുദ്ധി കൊണ്ടറിയാം, പക്ഷെ ഞാൻ സ്നേഹിച്ചിരുന്നത് ഫ്രാങ്കോനെയായിരുന്നു. അങ്ങനെ ആ തീരുമാനം ഞാൻ പറഞ്ഞു, ആ കുരിശ് ഞാൻ എടുക്കാം, ഞാൻ പോകാം, എൻ്റെ ആളുകളല്ലേ. പിന്നെ ഒരു പെൺകുട്ടിയാവുമ്പോൾ നേഴ്സിങ്ങിനാണ് അവിടെ സാധ്യത കൂടുതൽ. ടീച്ചറായിരുന്നു ഞാൻ, അപ്പോൾ അതവിടെ പറ്റില്ല. അപ്പോൾ അത് ഞാൻ പഠിക്കാം, നേഴ്സിംഗ് പഠിക്കാം, അവിടെ ജോലി ചെയ്യാം എന്നുള്ള നിലയിലാണ് ആ തീരുമാനം എടുത്ത് പോകുന്നത്. അങ്ങനെ 1991 ഫെബ്രുവരിയിൽ 24-ാം തീയതി ഞാൻ ഫ്രാങ്കോനെ വിട്ടു പോകുന്നു. ഇതാണ് ദൈവത്തെ കണ്ടെത്താനായിട്ട് ദൈവം എനിക്ക് ഒരുക്കിയ വഴി. ഈ ഫ്രാങ്കോനിൽ യൂറോപ്പിൽ ചെന്നു എന്നതിന്റെ പേരിൽ ഈ യാത്ര ഫ്രാങ്കോനെ ന്യൂഡൽഹിയിൽ നിന്ന് ആ എയർപോർട്ടിൽ വെച്ച് ഫ്രാങ്കോനോട് ബൈ പറഞ്ഞ് ഞാൻ കയറുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫ്രാങ്കോനെ വേറെ പിരിഞ്ഞ് ജീവിക്കാൻ ഒരു ദിവസം പോലും. പക്ഷേ എനിക്ക് ഈ ഫ്രാങ്കോന്റെ മുഖം ഒന്ന് ഫ്രീ ആയി, കടത്തിരുന്ന് ഫ്രീ ആയി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തീരുമാനമെടുത്തു. ഫ്രാങ്കോ, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പ്ലെയിൻ കയറി. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നത്. ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് അതെങ്ങനെ കാണുന്നത് വെച്ചാൽ, ഞാനൊരു സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി എനിക്ക് യാതൊരു ഒരു ഭാവങ്ങളും ഇല്ലാതെയാണ് ഫ്രാങ്കോനോട് ബൈ പറഞ്ഞ് ഞാൻ കയറുന്നത്. കാരണം ഞാൻ എന്നെ തന്നെ ഒരു റോക്കാക്കി, ഒരു പാറയാക്കി. കാരണം എനിക്കിത് നേടണം, ആ സാമ്പത്തിക ഇതൊന്ന് രക്ഷപ്പെടണം. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലാതെ എന്നെ തന്നെ ഒരു പാറയാക്കി ഞാൻ പ്ലെയിനിൽ കയറുകയാണ്. ആരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. എൻ്റെ ലക്ഷ്യം അവിടെ പോകണം, പൈസ ഉണ്ടാക്കണം, അതുകൊണ്ട് തിരിച്ച് നാട്ടിൽ വന്ന് ജീവിക്കണം, അതാണ് എൻ്റെ ഇത്. അങ്ങനെ അവിടെ കയറി, അവിടെ പാറ പോലെ ആരോടും മിണ്ടാതെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് എന്നോട് എൻ്റെ ഉള്ളിലൊരു ചോദ്യം, നിൻ്റെ ലക്ഷ്യം എന്താണ്? അത് ഈശോ തന്നെ ചോദിച്ചതാ, ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു വരാണ്, നിൻ്റെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു. അതായത് എനിക്ക് ജീവിക്കണം, തിരിച്ചു വന്ന ഫ്രാങ്കോന്റെ കൂടെ ജീവിക്കണം. അടുത്ത ചോദ്യം, ഈ ഫ്രാങ്കോ എൻ്റെ സൃഷ്ടിയാണ്, എനിക്ക് ആ ജീവൻ ഏത് നിമിഷവും ആ ജീവൻ തിരിച്ചെടുക്കാൻ എനിക്ക് സാധിക്കും. അതിപ്പോൾ ഞാൻ തിരിച്ചെടുത്താൽ പിന്നെ നിന്റെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ഒരു സംവാദം ഇങ്ങനെ തന്നെ മലയാളത്തില്. അത് എൻ്റെ സാക്ഷ്യം തന്നെ ഒരു വീഡിയോ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറി റോക്ക് പോലെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത്, നിന്റെ ലക്ഷ്യം എന്താണ്? അത് കേട്ടപ്പോൾ ഞാൻ പകച്ചു, ഫ്രാങ്കോന്റെ ജീവൻ എടുക്കാന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞാൻ ഈ പോകുന്നത്. പിന്നെ എനിക്കവിടെ ശരിക്കും ഒരു തോന്നലല്ല, സംസാരിക്കുകയാണ്. ആ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. ആ ജീവൻ, അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്.
എനിക്ക് ഏത് നിമിഷവും അത് തിരിച്ചെടുക്കാം. പിന്നെ നിൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് കേട്ടപ്പോൾ ഞാൻ പകച്ചു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നത്. കാരണം എൻ്റെ കസിൻ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇതിനെല്ലാം സമ്മതിച്ചപ്പോൾ പറഞ്ഞത് 4 കൊല്ലം ഞാൻ കാത്തിരിക്കേണ്ടി വരും. അതായത് അവിടെ ചെന്ന് ഭാഷ പഠിക്കുന്ന 1 വർഷം, പിന്നെ 2 വർഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ 4 വർഷം, 4ാമത്തെ വർഷം ജോലി ആയതിനു ശേഷമാണ് ഫ്രാങ്കോനെ അങ്ങോട്ട് കൊണ്ടുവരാൻ ചിന്തിക്കാൻ തന്നെ വേണ്ടത്. അതെനിക്കൊരു കടൽ പോലെയാണ്. ആ കടലിൽ എനിക്ക് നീന്തി കിടക്കാനുള്ള ശക്തി എനിക്കില്ലെന്നറിയാം, എങ്കിലും സമ്മതിക്കാതെ നിവർത്തില്ല. അപ്പോഴാണ് ഈ കോൺവെർസേഷൻ, ദൈവമായിട്ടുള്ള കോൺവെർസേഷൻ. അപ്പോൾ ആ സമയത്ത് ഈശോത് പറഞ്ഞ മനസ്സിൽ ആ ഒരു ചോദ്യം ഉയർന്നപ്പോൾ എനിക്ക് തോന്നി, ശരിയാണ്, എല്ലാവരുടെയും ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ ഡാഡി, മമ്മി, എനിക്ക് 2 ബ്രദേഴ്സ്, ഇവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ. അവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും ഈ 4 വർഷത്തിൽ എനിക്ക് കാണാനോ ഒന്നിനും പറ്റില്ല. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്ത് നിന്ന് ഞാൻ ഉറക്കെ വിളിക്കുകയാണ്, ശബ്ദമില്ല, എൻ്റെ ദൈവമേ എന്ന്. അതൊരു വിളിയായിരുന്നു. അത് ദൈവത്തെ കണ്ടുമുട്ടലായിരുന്നു എൻ്റെ. ശരിക്കും ആ പോട്ടയിൽ ഒരു വണ്ടേക്ക് പോയിരുന്നു പറഞ്ഞല്ലോ, അന്നൊന്നും കാര്യമായിട്ടൊന്നും ഒന്നും സംഭവിച്ചില്ല. അന്നൊന്നും എനിക്ക് അധികം ഒന്നും സംഭവിച്ചില്ല. കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ എന്നല്ലാതെ എനിക്ക് ആ ഒരു ദൈവമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് ആ എയറോപ്ലെയിൻ ഫ്ലൈറ്റിന് വെച്ചാ. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ തന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടെ തന്നെ പൊക്കിയെടുത്തു. ഇത് സംഭവിച്ചത് ശരിക്കും ഈ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത ഒരു സമയം വരുന്നു എന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ അതിന് സ്ഥലമോ സമയമോ കാലമോ ഒന്നൊരു വിഷയമല്ല. ഇത് ശരിക്കും ഫ്ലൈറ്റിനകത്ത് ഇരിക്കുമ്പോഴാണ് നടക്കുന്ന ഇങ്ങനെ ഒരു ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. മനഃപൂർവ്വം ഒന്നും ചിന്തിച്ചിട്ടില്ല. ഈവൻ ഫ്രാങ്കോനെ കുറിച്ച് പോലും ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ എന്നെ തന്നെ ഒരു പാറയാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു അടുത്തുള്ള ആള് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്യാവശ്യം ആൻസർ മാത്രം പറഞ്ഞ് ഞാൻ ഒന്നിലും, എൻ്റെ മനസ്സൊന്നിലും ഇല്ല. പക്ഷെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു വന്നു, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. എന്ത് തോന്നി ശരിക്കും? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോയാലോ എന്ന് തോന്നിയോ? ഇല്ല, ഞാൻ ആ റോക്കായ ഞാൻ ഈ ആൻസർ എൻ്റെ ദൈവമേ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്തായിരുന്നു അതോ? അല്ല, ടേക്ക് ഓഫ് ചെയ്തായിരുന്നു. എൻ്റെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു, ഉന്നതത്തിൽ കൈനീട്ടി എന്നെ പിടിച്ചു എന്ന് സങ്കീർത്തകൻ പറഞ്ഞത് ഞാൻ എന്നെ തന്നെയാണത്. അപ്പോൾ ഈ നിമിഷം ഞാൻ ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങി. എൻ്റെ ശരീരം, മനസ്സും ഒക്കെ. അപ്പോഴാണ് ആ സാഹചര്യം, ആ ചുറ്റുപാടൊക്കെ ഞാൻ ജീവനുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്ന അപ്പോഴാണ് ഈ ദൈവമേ എന്നുള്ള വിളി. അത് ശബ്ദമില്ല, എൻ്റെ ഹൃദയത്തിലാണ്. ആ നിമിഷം മുതൽ എനിക്ക് ഈശോയോടുള്ള അടുപ്പം തുടങ്ങി, ദാഹം തുടങ്ങി. എനിക്ക് വേണ്ടി ദൈവത്തെ ശരിക്കും ആ നിമിഷം തൊട്ടാണ് എൻ്റെ മാറ്റം വരുന്നത്. അതിന് ദൈവത്തിൻ്റെ ഒരു പ്രത്യുത്തരം എനിക്ക് ലഭിച്ചു. കാരണം ഞാൻ ഫ്ലെക്സിബിളായി എന്ന് പറഞ്ഞില്ലേ, എനിക്ക് തന്നെ എൻ്റെ ശരീരത്തിൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഫ്ലൈറ്റിൽ മുന്നിലേക്ക് നടക്കുമ്പോൾ അവിടെ കുറച്ച് സിസ്റ്റേഴ്സ്, ഈ മദർ തെരേസ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് അവിടെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അഡോപ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകാണ് വേറൊരു രാജ്യത്തേക്ക്. ആ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി അവരോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് കുട്ടികളില്ലാത്ത ആ ഒരു കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യമുണ്ട്. 6 വർഷമായിട്ട് കുട്ടികളില്ല. ഈ അതിനുള്ള ചികിത്സിക്കാൻ വേണ്ട പൈസ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഗുളിക എന്തോ 20 രൂപ, അതുപോലും വാങ്ങിക്കാൻ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുട്ടികൾ പിന്നെ ജീവിതം മുന്നോട്ട് പോകാനുള്ള അത്രയും ഇതിലാണ് ഞങ്ങൾ തീരുമാനം. അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി സിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴോ ഓപ്പോസിറ്റ് സൈഡിൽ ഞാനൊരു വയസ്സായ ഒരു സിസ്റ്റർ ഇരിക്കുന്നത് കണ്ടു. അന്ന് TV ഒന്നുമില്ല. ഈ 91 പേപ്പറിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ മദർ തെരേസനെ. എനിക്ക് മദർ തെരേസ പോലെ തോന്നി. സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അത് ആരാണ്? പറഞ്ഞു മദർ തെരേസയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഇംഗ്ലീഷിലാണ് അവർ. ഞാൻ അവിടെ പോകുമ്പോൾ മദറിനെ കാണുന്നില്ല. മദർ നോക്കാൻ പാടില്ല. മദറിൻ്റെ കയ്യിലൊരു ലെറ്റർ പേഡ് ഡിയർ ബ്രദർ എന്ന് എഴുതിയിട്ടുണ്ട്. തുറന്നു വെച്ച പേനയായിട്ട് മദർ ആ ക്ലൗഡ്സിലേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കിയിരിക്കുക. ഞാനിവിടെ വന്നു, മദറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് കാലി ആരുമില്ല. അപ്പോൾ അവിടെ സ്ഥലമുണ്ട് എനിക്ക്.
ഞാൻ അവിടെ വന്നു. എൻ്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവം എന്നെ അവിടെ മുട്ടുകുത്തിച്ചു. ഞാൻ അവിടെ മുട്ടുകുത്തി. ആ ശബ്ദം കേട്ടപ്പോൾ മുട്ടുകുത്തുന്ന ആരോ വന്ന് തൊട്ടടുത്ത്. അപ്പം മദർ തിരിഞ്ഞു നോക്കി. അപ്പം ഞാൻ മദറിൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ ഞാൻ മദറിൻ്റെ അടുത്ത് പറഞ്ഞു, മദറെ, ഞാൻ കൈകൾ കൂപ്പി ഞാൻ മദറിൻ്റെ അടുത്ത് പറഞ്ഞു, കടലിൽ നീന്തലറിയാത്ത ഒരു കുഞ്ഞ് വീണ അവസ്ഥയാണ് ഞാൻ. 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് എനിക്ക് വീണ്ടും അതെനിക്കൊരു കടല് പോലെയാണ്. നീന്തലറിയാത്ത കുഞ്ഞ് കടലിൽ വീണ അവസ്ഥയാണ്. എനിക്കതിനുള്ള ശക്തിയില്ല. മദർ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവോ? മദർ ആ 2 കൈകളും വിറയ്ക്കുന്ന കൈകൾ എൻ്റെ നിലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. അവിടെ നിന്ന് അത് ദൈവം എനിക്ക് തന്ന ഉത്തരമാണ്. മനുഷ്യനിലൂടെ അതിന്ന് വിശുദ്ധയാണ് മദറിലൂടെ എനിക്ക് ആ ഒരു അനുഗ്രഹം തന്നു. അത് ദൈവമേ എന്ന് ആരും കേൾക്കാതെ ദൈവം മാത്രം കേട്ട ആ ഒരു വിളിയുടെ ഉത്തരാണ്. ഇതായിരുന്നു ശരിക്കും നമ്മുടെ ഒരു ഈശോയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ തുടക്കമാണ് അല്ലേ? അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങുന്നു. പിന്നെ അന്ന് മുതൽ ഈ നിമിഷം വരെ ഓരോ ദിവസവും ഓരോ നിമിഷവും ശരിക്കും ഈ മദർ തെരേസ പ്രാർത്ഥിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് ഉള്ളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഈ സ്വരം കേൾക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താ ശരിക്കും ചേച്ചിക്ക് മനസ്സിലായതെന്താ? ഇതൊരു ദൈവിക ഇടപെടലാണെന്നുള്ളത് കൃത്യമായിട്ട് 100%. അത് അന്ന് തന്നെ മനസ്സിലായിരുന്നോ? അന്ന് എനിക്ക് തീർത്തും പറയാൻ പറ്റില്ല. എനിക്ക് മാറ്റം വരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് തുളുമ്പുന്ന ആനന്ദം, സന്തോഷം, ആനന്ദം. അതുവരെ ഉണ്ടായിരുന്ന ഈ ഹസ്ബൻഡിനെ ഇനി അടുത്ത 4 വർഷത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ, കുടുംബമായിട്ട് ബന്ധമില്ലല്ലോ, അതെല്ലാം മാറി. ആ ഒരൊറ്റ നിമിഷം മുതലേ ഞാൻ ടോട്ടലി ചേഞ്ചായി. എനിക്ക് ഒരു ചിന്തകളുമില്ല. എനിക്ക് നോർമൽ പോലെ ചിന്തിക്കാം. പക്ഷെ ഫ്രാങ്കോ എന്നുള്ളത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവമല്ല. ആ ഒരു ബോധ്യത്തിലേക്കാണ് എന്നെ കടത്തി വിട്ടത്. അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല അവിടെ ചെന്നിട്ട് ഫ്രാങ്കോ ആയിട്ട് ഒരുമിക്കണം എന്ന്. പെട്ടെന്ന് വരുന്നാൽ അങ്ങനെ പ്രാർത്ഥന അന്ന് മുതലില്ല. അപ്പം 91 എന്നോട് കൂട്ടിച്ചേർന്ന് 91 ഫെബ്രുവരി 24 ശോഭ അവിടെ ഇറങ്ങുന്നത്. ഞാൻ LICയിൽ എനിക്ക് ഞാൻ റിസൈൻ ചെയ്തു. കാരണം എനിക്ക് നിൽക്കാൻ പറ്റില്ല ഓഫീസിൽ. അതായത് ഡിവിഷനിൽ അവിടെ നിന്നൊക്കെ ആൾക്കാർ വരും. അല്ല, കടവാതിനൊക്കെ ഉപരിയായിട്ട് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഡിവിഷൻ ബോർഡിൽ നിന്ന് വലിയ വലിയ മാനേജർമാരൊക്കെ വരും. അപ്പോൾ ഓരോരുത്തർ ഡെവലപ്മെൻറ്റ് ബിസിനസ് ചോദിക്കും. അപ്പോൾ എനിക്ക് മാനസികമായിട്ടുള്ള ഞാനപ്പോൾ ജോലി റിസൈൻ ചെയ്തു. ഇന്ന് ഞാൻ ബാംഗ്ലൂർ പോയി അളിയൻ്റെ അടുത്ത്. അപ്പോൾ എന്നെ കൊണ്ടുപോയ വ്യക്തി പറഞ്ഞു, ഇങ്ങോട്ടാണ് യൂറോപ്പിലേക്കാണ് എൻ്റെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ ആ ഒരു വെപ്രാളത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ശരിക്കും ഇടയ്ക്കൊന്നും ചോദിക്കട്ടെ, ഈ ഒരു LICയുടെ ഡെവലപ്മെന്റ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യം നല്ലൊരു തസ്തികയല്ലേ? അതാ പറഞ്ഞത്, ശമ്പളമൊക്കെ കിട്ടുന്നത്. നമുക്കതിൽ ഒന്ന് സ്റ്റിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ജോലി ചെയ്യാതെയല്ല, 10-20 പേര് ആളുടെ കീഴിലുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് പോകുമ്പോൾ ആളുടെ ഒരു നല്ല മനസ്സാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ ആശ്വസിപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോരും. നമ്മുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാവരും മാനേജർക്കൊക്കെ അറിയാം. പക്ഷെ ഞാനപ്പോൾ എനിക്ക് പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാനേ പറഞ്ഞു, ഞാൻ വിദേശത്ത് പോവാണെന്ന് പറഞ്ഞിട്ട് പോന്നു. നല്ല സ്ഥലം കയ്യിലേക്ക് അവിടുന്ന്. പിന്നെ എങ്ങനെയാണ് ഫ്രാങ്കോ ചേട്ടനും കൂടെ എങ്ങനെ ഈ യൂറോപ്പിലേക്ക് ചെല്ലാനുള്ള? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അങ്ങനത്തെ കോഴ്സുകളൊക്കെ പഠിക്കലും തളയുന്ന അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യം എങ്ങനെയോ വരികയാണ്. ഞാനങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിലേക്ക് വന്ന് അങ്ങനെ ഞാൻ കുറേ യോഗാസനമൊക്കെ അന്ന് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ശീർഷാസനം നിൽക്കുമ്പോൾ ഒരു ഞായറാഴ്ച ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശീർഷാസനം നിൽക്കുമ്പോൾ മുരിങ്ങൂർ ധ്യാനത്തിന് പോകണം. തലതെറിഞ്ഞ ചിന്തയായിട്ട് ശീർഷാസനത്തിൽ നിൽക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് ധ്യാനത്തിൽ നിന്ന് പോവാം. അപ്പോൾ അത് ഓഗസ്റ്റ് എന്ന് പറയുക ഓണക്കാലാണ്. 91 ഓഗസ്റ്റിൽ ഓണക്കാലാണ്. അപ്പോൾ എൻ്റെ ചേട്ടന് വളരെ സന്തോഷം, ഇപ്പം തന്നെ പോക്കോ. അങ്ങനെ ഞാൻ ധ്യാനത്തിന് പോകാം. പല രീതിയിൽ ധ്യാനത്തിന് പോകാൻ സാഹചര്യങ്ങൾ ഒരുങ്ങി കണ്ടവരെ ഇതാദ്യമായിട്ട് കേൾക്കാം. ഇതെന്റെ ലൈഫിൽ ആദ്യമാണ് തലയും കുത്തി നിന്നപ്പോൾ ധ്യാനത്തിന് പോകണമെന്നുള്ള ചിന്ത വരുന്നു. അങ്ങനെ നമ്മുടെ പ്രാരംഭ ധ്യാനത്തിൽ ഡിവൈനിൽ കയറി. അപ്പോൾ എനിക്ക് ആന്തരികസൗഖ്യത്തിൻ്റെ സമയത്ത് പനക്കലച്ചൻ ഇപ്പോഴും പറഞ്ഞ് ഓർക്കുകയാണ്. അപ്പം അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന സമയത്ത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന സമയത്ത്
നിങ്ങളുടെ തലയിലുള്ള എല്ലാ കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മാവ് നിറയവനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വേറെ ഒന്നിനു വേണ്ടി നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ പിന്നത്തെ സമർപ്പണത്തിന് സമയം എന്ന് പച്ചൻ പറയണം, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, നല്ലോണം ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അച്ഛന്മാരെല്ലാവരും തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ മറ്റൊന്നിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല, പരിശുദ്ധാത്മാവ് നിറയാണ്ട് പ്രാർത്ഥിച്ചു. ഒപ്പം സിനിമാ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു. സിനിമ കാണുന്നത് ഭയങ്കരമാണ്. സംവിധാനം ചെയ്യണം, അങ്ങനെയുള്ള ആ ഒരു ഫിലിം ഫീൽഡിലാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഇതിൽ ഞാൻ പ്രീതി കഴിഞ്ഞിട്ട് ഫിലിം ഇതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ആ പരിപാടിക്കില്ല, ഞാൻ BSc മാത്തമാറ്റിക്സാണ് പഠിച്ച് ജോലിക്ക് പോയെന്നല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഞാൻ സമർപ്പിച്ചു. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ധ്യാനം കഴിഞ്ഞ് അറിയുമ്പോൾ ഐ വാസ് വെരി ലൈറ്റ്, വളരെ ലൈറ്റായി. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അന്ന് ധ്യാനം കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക വരങ്ങൾ കിട്ടുന്നില്ല. എനിക്ക് ആകെ ഈശോ തന്നൊരു കാര്യം, ഭാരം പോയി മാത്രമല്ല, വചനം വായിക്കാനുള്ള ദാഹം തന്നു. വചനം വായിക്കാനുള്ള ദാഹം അതിപ്പോഴും ഈശോ എനിക്കത് നൽകിയിട്ടുണ്ട്. വചനം വായിക്കാനുള്ള ദാഹവും ഓരോ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കിട്ടാത്ത ഓരോ ഉൾക്കാഴ്ചകൾ ഈശോ തരുന്നത്. അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് നടന്ന് വരും, ബസ് ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഈ ദൂർത്തൂർത്തൊന്നും സ്വീകരിക്കാൻ നിൽക്കുന്ന പോലെ അപ്പൻ തിരുവോണത്തിന് അന്നാണ് ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാത്തു നിൽക്കുക. ആരും ഊണ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വന്നു, എല്ലാവർക്കും സന്തോഷം, എൻ്റെ മുഖവും ഒക്കെ വളരെ സന്തോഷത്തിൽ നിൽക്കുന്നു. അങ്ങനെ അപ്പോൾ ഊണ് കഴിഞ്ഞ് എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട്, വിയന്നൊരു കത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കത്ത് നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നൊരു വാചകം ഇപ്പോഴും ഓർക്കാൻ പറ്റില്ല. ഈശോയുടെ പ്രത്യേക ഇടപെടൽ, ഫ്രാങ്കോയുടെ വിസ. ശരിക്കും ഭാര്യ എഴുതി കത്താ? അതെ, അന്ന് ഇന്നത്തെ പോലെയുള്ള ഫോൺ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അത് പണ്ടത്തെ ഇല്ലെങ്കിൽ അവിടുന്ന് നാട്ടിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരില്ല. അപ്പോൾ അവർ പോസ്റ്റ് ചെയ്തൊരു കത്താണ്, ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. അപ്പം ഞാൻ ധ്യാനത്തിൽ കൂടി എന്നുള്ള പാപത്തിൻ്റെ ഛായകളൊക്കെ വിട്ട് ഒഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിന് ദൈവം നമ്മൾ ചോദിക്കാതെ തന്നെ 4-4.5 വർഷത്തോളം എന്നുള്ള കാര്യം വെറും 227 ദിവസത്തിൽ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, ഓൾറെഡി വിസ ശരിയായി, ഇനി അത് ഇതിൻ്റെ ഇവിടേക്ക് വരാനുള്ള. അങ്ങനെയാണ് ഞങ്ങൾ വിയന്നയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ അത് വീനലിൽ ന്യൂസാന്ന് പറയാം. വാസ്തവം അത്രയും പെട്ടെന്ന് അങ്ങനെ വന്നിട്ടില്ല, ഒരാൾ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫെബ്രുവരിയിൽ ഇവിടെ ശോഭ വീനലിലെത്തി, ഞാൻ ഒക്ടോബർ 10-ാം തീയതി വീനലിലെത്തി. അങ്ങനെയാണ് ഞങ്ങൾ വീനലിൽ. ശരിക്കും 1 വർഷത്തിൽ തന്നെ അവിടെ എത്തി. 6 മാസം എടുത്തിട്ടില്ല, 6-7 മാസം എടുത്തിട്ടുള്ളൂ. 222 ദിവസം എഴുതുമായിരുന്നു. അങ്ങനെ ശരിക്കും നിങ്ങൾ യൂറോപ്പിൽ എത്തിയതിന് ശേഷം ജീവിതത്തിന്റെ ഒരു രണ്ടാം ഘട്ടം തുടങ്ങിയെന്ന് തന്നെ പറയാം അല്ലേ? ആ രണ്ടാം ഘട്ടം തുടങ്ങിയത് നാട്ടിലുണ്ടായിരുന്ന വ്യക്തികളല്ല, ധ്യാനത്തിലൂടെ ഫ്രാങ്കോയും യാത്രയിലൂടെ ഞാനും കർത്താവിലേക്ക് അടുത്തിട്ടാണ് അവിടെ തുടങ്ങുന്നത്. ഈശോയുടെ അതായത് എനിക്കിപ്പോഴും തോന്നുന്നത്, ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു നമ്മുടെ ലൈഫിൻ്റെ ആ കാര്യങ്ങളും പണ്ടത്തെ സ്വഭാവങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ യൂറോപ്പിൽ ചെന്നിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ശരിക്കും ഒരു യൂറോപ്പിൻ്റെ കൾച്ചറിൽ തന്നെ വേൾഡിൽ കംപ്ലീറ്റ് മാത്രമായി ചെയ്തത്. അപ്പോൾ അത് ദൈവം എന്നെ ഞങ്ങളെ ഉരുക്കി വാർത്ത ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ കൊണ്ട് ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ദൈവാനുഭവമാണ് നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായത്. ഒരാൾക്ക് വിമാനയാത്രയിലുണ്ടായി, ഒരാൾ തലയും കുത്തി നിന്നപ്പോൾ. ഞാനെപ്പോഴും സക്കേവൂസിനെ ഓർക്കാം. സക്കേവൂസ് മരത്തിന്റെ മുകളിൽ നിന്നപ്പോഴാണ് ഈശോ വിളിച്ചത്. ഫ്രാങ്കോ തലകുത്തി നിന്നപ്പോഴാണ് വിളിച്ചത്. എന്നെ പ്ലെയിനിൽ വെച്ചാൽ വിളിച്ചത്. ഏത് നിമിഷത്തിലും ഈശോയ്ക്ക് വിളിക്കാം. നിശ്ചയമായിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾ 2 പേരും യൂറോപ്പിൽ ഇറങ്ങി. ശരി വാസ്തവത്തില് ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ് പരമപ്രധാനമെന്ന് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ ശരിക്കും നിങ്ങൾ അവിടെ ചെല്ലുന്നത് പുതിയ സൃഷ്ടികളായിട്ടാണ്. കേരളത്തിൽ ജീവിച്ച പഴയ കടബാധ്യതകളും നിറഞ്ഞ് അസ്വസ്ഥതകളും നിറഞ്ഞ് ഒടുക്കത്തെ ഈഗോയും ഉള്ളവരായി അതെല്ലാം മാറി പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ വ്യക്തികളായിട്ടാണ് അവിടെ ജീവിതം ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയാണ് ദൈവം ഇപ്പോൾ ഉറച്ച ബോധ്യത്തോടു കൂടി പറയുന്നത്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു വിഷമത്തിൻ്റെ പിന്നിൽ. ഇപ്പോൾ നമ്മൾ അന്ന് ധ്യാനങ്ങളിലൊക്കെ നായകൻ വശം പറയായിരുന്നു, നിങ്ങളുടെ തകർച്ചകൾ അതെല്ലാം സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ അത് വളരെ അർത്ഥവത്താണെന്നുള്ള കാര്യം ഒന്നുകൂടി ബോധ്യപ്പെട്ടു. കാരണം ആ സാമ്പത്തിക തകർച്ച ദൈവം തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈശോയിലേക്ക്. അങ്ങനെ അവിടെ യൂറോപ്പിൽ ചെന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടം, അതായത് പുതിയ സൃഷ്ടികളായി തീർന്നതിന് ശേഷമുള്ള കർത്താവിനോട് കൂടെയുള്ള ആ ജീവിതത്തിൻ്റെ ആ 2ാം ഘട്ടം, അതിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. വളരെ രസകരമായ ദൈവാനുഭവങ്ങളാണ് ഇവർക്ക് 2 പേർക്കും ചേർന്ന്
നമ്മളോട് പറയാനുള്ളത്. ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ കേൾക്കുന്നത് യൂറോപ്പിൽ ചെന്നതിന് ശേഷം ഇവരിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികളെക്കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ച കേൾക്കും. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.